ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ അതികായന്മാരിൽ ഒരാളാണ് ഏഷ്യൻ പെയിന്റ്സ്. ഇതൊരു പെയിന്റ് കമ്പനി എന്നതിലുപരി ഒരു വലിയ ബിസിനസ് എംപയറായി വളർന്നു. ഈ കമ്പനിയുടെ കഥ തുടങ്ങുന്നത് 1942-ലാണ്. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടമായിരുന്നു. 1942-ൽ ബോംബെയിലെ ഗൈവാഡിയിലെ ഒരു ചെറിയ ഗാരേജിലാണ് ഏഷ്യൻ പെയിന്റ്സിന്റെ തുടക്കം. 4 സുഹൃത്തുക്കൾ ചേർന്നാണ് ഈ സംരംഭം ആരംഭിച്ചത്. അവരുടെ പേരുകൾ ഇവയാണ്: ചമ്പക്ലാൽ ചോക്സെ, ചിമൻലാൽ ചോക്സി, സൂര്യകാന്ത് ദാനി, അരവിന്ദ് വക്കീൽ. ഇവർക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ വിദേശ പെയിന്റ് കമ്പനികളായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധവും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും കാരണം പെയിന്റ് ഇമ്പോർട്ടിന് താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തി. ഇത് ഇന്ത്യൻ വിപണിയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാക്കി. ആ അവസരം ഈ 4 സുഹൃത്തുക്കൾ ഉപയോഗിച്ചു. തുടക്കത്തിൽ കമ്പനിയുടെ പേര് ഏഷ്യൻ ഓയിൽ ആൻഡ് പെയിന്റ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു. വിദേശ കമ്പനികൾ ഉപേക്ഷിച്ച മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഏഷ്യൻ പെയിന്റ്സിന്റെ ആദ്യത്തെ പ്രധാന സ്ട്രാറ്റജി വളരെ ശ്രദ്ധേയമായിരുന്നു. അന്ന് വലിയ പെയിന്റ് ടിന്നുകളായിരുന്നു വിപണിയിൽ. എന്നാൽ സാധാരണക്കാർക്ക് ചെറിയ അളവിൽ പെയിന്റ് മതിയായിരുന്നു. ചമ്പക്ലാൽ ചോക്സെ ഒരു കാര്യം ശ്രദ്ധിച്ചു. തമിഴ്നാട്ടിലെ പൊങ്കൽ, മഹാരാഷ്ട്രയിലെ ബൈൽപോള തുടങ്ങിയ ഉത്സവ സമയങ്ങളിൽ ഗ്രാമങ്ങളിലെ ആളുകൾ അവരുടെ കാളകളുടെ കൊമ്പുകളിൽ പെയിന്റ് അടിക്കാറുണ്ട്. ഇതിന് 50 മില്ലി, 100 മില്ലി തുടങ്ങിയ ചെറിയ അളവിലുള്ള പെയിന്റുകൾ മതി. ഈ ചെറിയ ഡിമാൻഡ് ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഏഷ്യൻ പെയിന്റ്സ് ഈ ചെറിയ അളവിലുള്ള പാക്കറ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇത് സാധാരണക്കാർക്കിടയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. വലിയ നഗരങ്ങളിലെ വലിയ ഡിസ്ട്രിബ്യൂട്ടർമാരെ സമീപിക്കുന്നതിന് പകരം അവർ ഗ്രാമങ്ങളിലെ ചെറിയ കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടു. മഹാരാഷ്ട്രയിലെ സാംഗ്ലി, സത്താറ തുടങ്ങിയ ഗ്രാമീണ മേഖലകളിൽ അവർ ആദ്യത്തെ ഡീലർമാരെ കണ്ടെത്തി. ഈ പുതിയ അപ്രോച്ച് വിജയിച്ചു. ചെറിയ ഗ്രാമങ്ങളിൽ അവർ മാർക്കറ്റ് ഷെയർ നേടി. ഇത് കണ്ടപ്പോൾ വലിയ നഗരങ്ങളിലെ ഡിസ്ട്രിബ്യൂട്ടർമാർ പോലും അവരെ തേടി വന്നു. 1952 ആയപ്പോഴേക്കും കമ്പനിയുടെ വാർഷിക ടേൺ ഓവർ 23 കോടി രൂപയായി വളർന്നു. 1967 ആയപ്പോൾ ഏഷ്യൻ പെയിന്റ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെയിന്റ് നിർമ്മാതാക്കളിൽ ഒരാളായി മാറി. ഈ സ്ഥാനം അവർ ഇന്നും നിലനിർത്തുന്നു. 1950കളിൽ ഏഷ്യൻ പെയിന്റ്സ് ഒരു പുതിയ ഉൽപ്പന്നം അവതരിപ്പിച്ചു. വാഷബിൾ ഡിസ്റ്റംബർ എന്നായിരുന്നു അതിന്റെ പേര്. ഇത് വില കുറഞ്ഞ ഡ്രൈ ഡിസ്റ്റംബറും വില കൂടിയ പ്ലാസ്റ്റിക് എമൽഷനും തമ്മിലുള്ള ഒരു ബാലൻസ് ആയിരുന്നു. അവരുടെ ട്രാക്ടർ ഡിസ്റ്റംബർ എന്ന ബ്രാൻഡ് വളരെ പ്രശസ്തമായി. ഡോണ്ട് ലൂസ് യുവർ ടെമ്പർ, യൂസ് ട്രാക്ടർ ഡിസ്റ്റംബർ എന്ന പരസ്യവാചകം ആളുകൾക്കിടയിൽ തരംഗമായി. 1954ൽ ഏഷ്യൻ പെയിന്റ്സ് തങ്ങളുടെ ഭാഗ്യചിഹ്നമായ ഗട്ടുവിനെ അവതരിപ്പിച്ചു. ഒരു പെയിന്റ് ബക്കറ്റുമായി നിൽക്കുന്ന കുസൃതിക്കാരനായ കുട്ടിയായിരുന്നു ഗട്ടു. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് RK ലക്ഷ്മണാണ് ഈ രൂപം നൽകിയത്. ഗട്ടു പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ മനസ്സിൽ ഇടം നേടി. പെയിന്റ് വാങ്ങാൻ പോകുന്നവർ ഏഷ്യൻ പെയിന്റ്സിനെ തിരിച്ചറിഞ്ഞത് ഗട്ടുവിന്റെ ചിത്രത്തിലൂടെയായിരുന്നു. ഏഷ്യൻ പെയിന്റ്സിന്റെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം 1970ൽ സംഭവിച്ചു. അന്ന് ഇന്ത്യയിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ സ്വന്തമാക്കിയ ആദ്യത്തെ സ്വകാര്യ കമ്പനി ഏഷ്യൻ പെയിന്റ്സ് ആയിരുന്നു. ഏകദേശം 8 കോടി രൂപയ്ക്കാണ് അവർ അത് വാങ്ങിയത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO പോലും സൂപ്പർ കമ്പ്യൂട്ടർ വാങ്ങുന്നതിന് 10 വർഷം മുമ്പായിരുന്നു ഇത്. എന്തിനാണ് ഒരു പെയിന്റ് കമ്പനിക്ക് കമ്പ്യൂട്ടർ? ഉത്തരം ലളിതമാണ്: ലോജിസ്റ്റിക്സ്. ഇന്ത്യയുടെ വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കാര്യക്ഷമമാക്കാനായിരുന്നു അത്. ഏത് നിറത്തിലുള്ള പെയിന്റിനാണ് എവിടെയൊക്കെ ഡിമാൻഡ് ഉള്ളത്, എത്ര വേഗത്തിൽ അത് എത്തിക്കണം എന്നെല്ലാം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവർ മനസ്സിലാക്കി. ഇത് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ വളരെ വേഗത്തിലാക്കി. 1970കളിൽ ഏഷ്യൻ പെയിന്റ്സ് വിതരണ ശൃംഖലയിൽ മറ്റൊരു വിപ്ലവം കൊണ്ടുവന്നു. പരമ്പരാഗതമായി പെയിന്റ് കമ്പനികൾ ഹോൾസെയിലർമാർക്ക് നൽകും. അവർ അത് റീറ്റെയിലർമാർക്ക് നൽകും. ഈ ഇടനിലക്കാർക്ക് 15-20% മാർജിൻ ലഭിക്കുമായിരുന്നു. ഏഷ്യൻ പെയിന്റ്സ് ഈ ഇടനിലക്കാരെ ഒഴിവാക്കി. അവർ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഡീലർമാർക്ക് നൽകാൻ തുടങ്ങി. ഇത് ഡീലർമാർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനും കമ്പനിക്ക് അവരുടെ ക്യാഷ് ഫ്ലോ മെച്ചപ്പെടുത്താനും സഹായിച്ചു. ഏറ്റവും വലിയ ഇന്നോവേഷൻ വന്നത് കളർ മിക്സിംഗിലാണ്. കളർ വേൾഡ് എന്ന ആശയം അവതരിപ്പിച്ചു. ഇത് പെയിന്റ് കടകളിൽ വെക്കുന്ന ഒരു യന്ത്രമാണ്. ഈ യന്ത്രം ഉപയോഗിച്ച് ഡീലർമാർക്ക് ആയിരക്കണക്കിന് കളർ ഷെയ്ഡുകൾ ഓൺ സൈറ്റിൽ തന്നെ മിക്സ് ചെയ്യാൻ സാധിച്ചു. മറ്റുള്ള കമ്പനികൾ ഈ യന്ത്രങ്ങൾക്ക് ഡീലർമാരിൽ നിന്ന് വലിയ വില ഈടാക്കിയപ്പോൾ ഏഷ്യൻ പെയിന്റ്സ് അത് ലീസിന് നൽകി. ഇത് ചെറിയ കടകൾക്ക് പോലും വലിയ കളർ ശേഖരം നൽകാൻ അവസരം നൽകി. ഉപഭോക്താക്കൾക്ക് കൂടുതൽ കളർ ഓപ്ഷൻ ലഭിച്ചു. ഇത് ഏഷ്യൻ പെയിന്റ്സിന്റെ മാർക്കറ്റ് ഷെയർ അതിവേഗം വർദ്ധിപ്പിച്ചു. 1978ൽ ഏഷ്യൻ പെയിന്റ്സ് അവരുടെ ആദ്യത്തെ വിദേശ സബ്സിഡിയറി ഫിജിയിൽ തുടങ്ങി. 1983ൽ നേപ്പാളിലേക്കും വിപണി വ്യാപിപ്പിച്ചു. 1980കളിൽ ഹർ ഘർ കുച്ച് കഹത്താ ഹെ, ഓരോ വീടും എന്തോ പറയുന്നു എന്ന പരസ്യവാചകം അവതരിപ്പിച്ചു. ഇത് പെയിന്റിങ്ങിനെ വീടിന്റെ ഭംഗിയുമായും വീട്ടുടമയുടെ പേഴ്സണാലിറ്റിയുമായും ബന്ധിപ്പിച്ചു. 1996ൽ കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തു. 1999ൽ ശ്രീലങ്കയിലെ ഡെൽമെച്ച് ഫോർസൈറ്റ് എന്ന കമ്പനിയെ ഏറ്റെടുത്തു. 2003ൽ ഫിജിയിലെ ടാപ്മാൻസ് പെയിന്റിനെ വാങ്ങി. 1990കളിൽ കമ്പനി ആഗോളതലത്തിൽ വളർന്നപ്പോൾ സ്ഥാപക കുടുംബങ്ങൾക്കിടയിൽ ചെറിയ ഡിസ്പ്യൂട്ട് ഉണ്ടായി. 1997ൽ ചമ്പക്ലാൽ ചോക്സയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ അതിൽ ചോക്സെ ബോർഡിലെത്തി. പിന്നീട് ചോക്സെ കുടുംബത്തിന്റെ 13.7% ഷെയറുകൾ മറ്റ് 3 കുടുംബങ്ങളും യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും ചേർന്ന് വാങ്ങി. 2000ൽ കമ്പനിയുടെ കോർപ്പറേറ്റ് ഐഡന്റിറ്റി മാറ്റി.
പ്രശസ്തമായ ഗട്ടു എന്ന മാസ്കോട്ട് ഒഴിവാക്കി. ലോഗോ AP എന്ന് ചെറുതാക്കി. ഇന്ന് ഏഷ്യൻ പെയിന്റ്സ് ഒരു സാധാരണ പെയിന്റ് കമ്പനി മാത്രമല്ല, അവർ ഹോം ഡെക്കർ സെഗ്മെന്റിലേക്ക് വളർന്നു. വാട്ടർ പ്രൂഫിംഗ്, ആന്റിവൈറൽ ഗുണങ്ങളുള്ള റോയൽ ഹെൽത്ത് ഷീറ്റ് പോലുള്ള നൂതന പ്രൊഡക്റ്റുകൾ അവർ അവതരിപ്പിച്ചു. ബ്യൂട്ടിഫുൾ ഹോം സർവീസ് എന്ന ഒരു സേവനവും അവർ തുടങ്ങി. വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ മുതൽ അതിന്റെ എക്സിക്യൂഷൻ വരെ അവർ ചെയ്തു കൊടുക്കുന്നു. ലൈറ്റിംഗ്, ഫർണിഷിംഗ്, ബാത്ത് ഫിറ്റിംഗ്സ് എന്നിവയെല്ലാം അവരുടെ ഉൽപ്പന്ന നിരയിൽ ഉൾപ്പെടുത്തി. ഇത് ഉപഭോക്താവിന്റെ വീടിന്റെ എല്ലാ ആവശ്യങ്ങളും ഒറ്റ ബ്രാൻഡിൽ നിന്ന് നൽകാൻ സഹായിക്കുന്നു. ഇന്ത്യൻ പെയിന്റ് മാർക്കറ്റിൽ ഏഷ്യൻ പെയിന്റ്സിന് ഇപ്പോഴും 50 തൊട്ട് 53% മാർക്കറ്റ് ഷെയർ ഉണ്ട്. എങ്കിലും അടുത്ത കാലത്തായി ചില പ്രധാന വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട്. ഏറ്റവും വലിയ വെല്ലുവിളി വരുന്നത് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ബിർള ഓപ്പസ് വഴിയാണ്. അവർ പെയിന്റ് വിപണിയിലേക്ക് അതിശക്തമായി കടന്നു വന്നു. ഇത് ഏഷ്യൻ പെയിന്റ്സിന് വലിയ കോമ്പറ്റീഷൻ ഉണ്ടാക്കി. ബിർള ഓപ്പസിന്റെ അഗ്രസീവ് പ്രൈസിംഗ് പോളിസി കാരണം ഏഷ്യൻ പെയിന്റ്സിന്റെ ലാഭം കുറഞ്ഞു. 2025 സാമ്പത്തിക വർഷത്തിന്റെ 3ാം ക്വാർട്ടറിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ നെറ്റ് പ്രോഫിറ്റ് 20% കുറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നു. പുതിയ കോമ്പറ്റീറ്റർ വലിയ തോതിൽ മാർക്കറ്റ് ഷെയർ നേടുന്നതിനെക്കുറിച്ച് അനലിസ്റ്റുകൾ ആശങ്ക പ്രകടിപ്പിച്ചു. നവംബർ 2025 ഒരു പ്രധാന വാർത്ത ബിർള ഓപ്പസിന്റെ CEO ആയ രക്ഷിത് ഭാർഗവെ രാജിവെച്ചു എന്നതാണ്. ഇത് ഏഷ്യൻ പെയിന്റ്സിന്റെ ഓഹരികൾക്ക് നേരിയ ആശ്വാസം നൽകി. കാരണം എതിരാളിക്ക് താൽക്കാലികമായി ഒരു ലീഡർഷിപ്പ് വാക്വം ഉണ്ടായി. ഏഷ്യൻ പെയിന്റ്സ് അവരുടെ മാർക്കറ്റ് ഡോമിനൻസ് ദുരുപയോഗം ചെയ്തു എന്ന ഒരു ആരോപണം അടുത്ത കാലത്ത് ഉയർന്നു. ബിർള ഓപ്പസ് നൽകിയ ഒരു പരാതിയെ തുടർന്നാണിത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. മാർക്കറ്റിൽ പുതിയ കമ്പനികൾ വരുന്നതിനെ തടയാൻ ഏഷ്യൻ പെയിന്റ്സ് ശ്രമിച്ചു എന്നതായിരുന്നു ആരോപണം. ഏഷ്യൻ പെയിന്റ്സ് ഈ അന്വേഷണം തടയാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ 2025 ഒക്ടോബറിൽ സുപ്രീം കോടതി ഈ അപ്പീൽ തള്ളി. CCI അന്വേഷണം തുടരാൻ കോടതി അനുമതി നൽകി. ഇത് കമ്പനിക്ക് ഒരു ലീഗൽ ഹെഡേക്കായി തുടരുന്നു. പെയിന്റ് നിർമ്മാണത്തിലെ ഒരു പ്രധാന റോ മെറ്റീരിയലാണ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏഷ്യൻ പെയിന്റ്സിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ നേരിട്ട് ബാധിക്കും. ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നത് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ കൂട്ടാൻ സഹായിക്കും. 2025 നവംബറിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞത് കമ്പനിക്ക് പോസിറ്റീവ് വാർത്തയായി. എല്ലാ വെല്ലുവിളികൾക്കിടയിലും ഏഷ്യൻ പെയിന്റ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ശക്തമായി നിലകൊള്ളുന്നു. നോമുറ പോലുള്ള പ്രമുഖ ബ്രോക്കറേജുകൾ കമ്പനിയുടെ ഓഹരികൾക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകി. MSCI സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ വെയിറ്റേജ് വർദ്ധിച്ചു. ഇത് വിദേശ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാൻ സഹായിക്കും. ഏഷ്യൻ പെയിന്റ്സ് വെറും ഒരു പെയിന്റ് കമ്പനിയല്ല, ടെക്നോളജിയും കൺസ്യൂമർ ഫോക്കസും ഉപയോഗിച്ച് ഒരു വ്യവസായത്തെ മാറ്റിമറിച്ച ഇന്ത്യയുടെ അഭിമാനമാണ് ഈ കോർപ്പറേറ്റ് ഭീമൻ. 2024 വരുമാനം ഏകദേശം 36,183 കോടി രൂപയോളമാണ്. ഇപ്പോൾ 15-ലധികം രാജ്യങ്ങളിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ പ്രവർത്തനമുണ്ട്. ഏഷ്യൻ പെയിന്റ്സിന്റെ കഥ ഒരു വലിയ ബ്രാൻഡിന്റെ വളർച്ചയുടെയും നിരന്തരമായ ഇന്നൊവേഷന്റെയും മാറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യുന്നതിന്റെയും കഥയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.